വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസിൽ പ്രതി അഫാനുമായുള്ള തെളിവെടുപ്പ് വൈകും. പാങ്ങോട് സ്റ്റേഷനിൽ വെച്ച് ദേഹാസ്വസ്ഥ്യമുണ്ടായതിനെ തുടർന്ന് അഫാൻ കുഴഞ്ഞു വീണു. ആശുപത്രിയിൽ എത്തിച്ച് പരിശോധന നടത്തിയ ശേഷം മാത്രമായിരിക്കും ഇനിയുള്ള തെളിവെടുപ്പ് നടത്തുക. പിതൃമാതാവിനെ കൊലപ്പെടുത്തിയ കേസിൽ ഇന്ന് സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്താനായിരുന്നു പോലീസിന്റെ നീക്കം. റിനു ശ്രീധർ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. റിനു, വെരി ഗുഡ് മോർണിംഗ്. എന്താണ് സംഭവിച്ചത്? അഫാൻ കുഴഞ്ഞു വീഴുകയായിരുന്നു ദേഹാസ്വസ്ഥ്യം പ്രകടിപ്പിച്ചതിനെ തുടർന്ന്. റിനു, കേൾക്കുന്നുണ്ടോ? വളരെ പ്രധാനപ്പെട്ട വാർത്ത വരുന്നു. അഫാനെ പാങ്ങോട് എത്തിച്ചപ്പോൾ ദേഹാസ്വസ്ഥ്യം മൂലം കുഴഞ്ഞു വീണു എന്നാണ് മനസ്സിലാക്കുന്നത്. ആശുപത്രിയിൽ എത്തിച്ച് പരിശോധന നടത്തിയ ശേഷം മാത്രമായിരിക്കും ഇനി തെളിവെടുപ്പ് നടക്കുക. പിതൃമാതാവിനെ സൽമാ ബീവിയെ കൊലപ്പെടുത്തിയ കേസിൽ ഇന്ന് സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്താൻ പോലീസ് നീക്കം നടത്തുന്നതിനിടയിലായിരുന്നു അഫാൻ കുഴഞ്ഞു വീണത്. റിനു സീത ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. റിനു, കേൾക്കുന്നുണ്ടോ? റിനു, കേൾക്കാമെങ്കിൽ എപ്പോഴാണ് ഇത് സംഭവിച്ചത്? എന്താണ് പോലീസ് പറയുന്നത്? അരുൺകുമാർ, പ്രതി അഫാനെ ഇന്ന് രാവിലെ 7 മണിയോട് കൂടി ഈ പിതൃമാതാവിനെ കൊലപ്പെടുത്തിയ പാങ്ങോട് വീട്ടിലെത്തിച്ച് തെളിവെടുക്കും എന്നുള്ളതായിരുന്നു പോലീസ് അറിയിച്ചിരുന്നത്. അതനുസരിച്ച് നമ്മളും ഇവിടെ എത്തിയിരുന്നു. പക്ഷേ രാവിലെ ഈ പ്രാഥമിക കൃത്യം നിർവഹിക്കുന്നതിന് വേണ്ടി സെല്ലിനകത്ത് നിന്ന് ഈ അഫാന്റെ വില കഴിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി പോലീസ് ഉദ്യോഗസ്ഥർ. പക്ഷേ ആ സാഹചര്യത്തിൽ അഫാൻ കുഴഞ്ഞു വീഴുകയായിരുന്നു എന്നുള്ളതാണ് നമുക്ക് പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്ന് ലഭിക്കുന്ന വിവരം. നമുക്കിപ്പോൾ ലൈവായി തന്നെ കാണിക്കാൻ കഴിയും. എത്രയും പെട്ടെന്ന് ഉദ്യോഗസ്ഥർ ഇടപെടുകയും അഫാനെ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്യുന്നു. ഈ വിലങ്ങഴിക്കുന്ന സാഹചര്യത്തിൽ ഈ ശൗചാലയത്തിൽ ഇരിക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ താഴേക്ക് പേരിന് വീഴുകയായിരുന്നു എന്നുള്ളതാണ്. അല്പസമയം മുമ്പ് നമ്മൾ തന്നെ ആ വിഷയങ്ങൾ എടുത്തിരുന്നു. എന്തായാലും അഫാന് ഒരു ആത്മഹത്യാ പ്രവണത നമ്മൾ ആ പ്രേക്ഷകർക്ക് ആ ദൃശ്യങ്ങൾ കാണിച്ചു കൊടുക്കാം. അല്പസമയം മുമ്പാണ് പാങ്ങോട് അഫാനെ എത്തിച്ച് തെളിവെടുപ്പ് നടത്താൻ പോലീസ് തീരുമാനിച്ചത്. ഈ സാഹചര്യത്തിലാണ് അഫാൻ ദേഹാസ്വസ്ഥ്യം പ്രകടിപ്പിച്ച് കുഴഞ്ഞു വീണത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും തെളിവെടുപ്പ് വൈകും എന്ന് അറിയാൻ സാധിക്കുന്നു. വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസിൽ പ്രതി അഫാനുമായുള്ള തെളിവെടുപ്പിൽ ഇടയിൽ പാങ്ങോട് സ്റ്റേഷനിൽ വെച്ച് ദേഹാസ്വസ്ഥ്യമുണ്ടായി എന്നാണ് നമ്മുടെ പ്രതിനിധി റിനു സീത റിപ്പോർട്ട് ചെയ്യുന്നത്. അഫാൻ കുഴഞ്ഞു വീണു. ആശുപത്രിയിൽ എത്തിച്ച് പരിശോധന നടത്തിയ ശേഷം മാത്രമായിരിക്കും ഇനി തെളിവെടുപ്പ് നടക്കുക. പിതൃമാതാവിനെ കൊലപ്പെടുത്തിയ കേസിൽ ഇന്ന് സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്താനായിരുന്നു പോലീസിന്റെ നീക്കം. റിനു സീധർ, നേരത്തെ ഈ എലിവിഷം കഴിച്ചതുമായി ബന്ധപ്പെട്ട് ഉള്ള ചികിത്സ ഏകദേശം പൂർണ്ണമായിരുന്നു. ഇപ്പോൾ വരുന്ന ദൃശ്യങ്ങൾ നമ്മൾ കുഴഞ്ഞു വീണ അഫാനെ സ്റ്റേഷന് പുറത്തേക്ക് കൊണ്ടുവരുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. ആശുപത്രിയിലേക്ക് മാറ്റി തുടർ ചികിത്സ നൽകിയതിനു ശേഷം മാത്രമേ ഇനി തെളിവെടുപ്പ് ഉണ്ടാകൂ എന്നറിയാൻ സാധിക്കുന്നു. പക്ഷേ ഈ എലിവിഷം കഴിച്ചതുമായി ബന്ധപ്പെട്ട അസ്വസ്ഥ്യം മാറുകയും ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യുകയും ചെയ്തതല്ലേ റിനു? തീർച്ചയായും അരുൺകുമാർ, അതായത് ആശുപത്രിയിൽ ഏകദേശം 8 ദിവസത്തോളം ചികിത്സ കഴിഞ്ഞതിനു ശേഷമാണ് ഈ അഫാനെ തിരിച്ച് റിമാൻഡ് ചെയ്ത് ഈ സെല്ലിലേക്ക് മാറ്റുകയും കഴിഞ്ഞ ദിവസം കസ്റ്റഡി അപേക്ഷ പാങ്ങോട് പോലീസ് നൽകി കസ്റ്റഡിയിലേക്ക് വാങ്ങിച്ചത്. പക്ഷെ എന്താണ് ഒരു ദേഹാസ്വസ്ഥത്തിന് കാരണം എന്നുള്ളത് ഉദ്യോഗസ്ഥർക്കും അറിയില്ല. ഇന്നലെ രാത്രിയും ഒക്കെ തന്നെ ആഹാരം കഴിക്കുകയും ഒരു രീതിയിലുള്ള ബുദ്ധിമുട്ടും അഫാന് ഉണ്ടായിരുന്നില്ല. ആരോഗ്യ പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഇല്ല എന്നുള്ളത് ഡോക്ടർമാരടക്കം സർട്ടിഫൈ ചെയ്ത കാര്യവുമാണ്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. അഫാന് ബോധം പൂർണ്ണമായിട്ടും നഷ്ടപ്പെട്ടില്ല. പക്ഷെ നടക്കുന്നതിന് എന്തോ ബുദ്ധിമുട്ടുണ്ട്. കുഴഞ്ഞു വീഴുകയായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അയാൾക്ക് ബോധം നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് തോന്നുന്നു. കാരണം പോലീസുകാർ 2 ഭാഗത്തും അയാളെ ചേർത്ത് പിടിക്കുന്നുണ്ട്. അവിടെ ഇരുത്തി ഇപ്പോൾ പാങ്ങോട് നിന്നും മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കാണോ കൊണ്ടുപോയിരിക്കുന്നത്? റിനു സീധറാണ് വിവരങ്ങൾ നൽകുന്നത്. റിപ്പോർട്ടറിന്റെ എക്സ്ക്ലൂസീവ് ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പാങ്ങോട് സ്റ്റേഷനിൽ വെച്ചാണ് അഫാൻ കുഴഞ്ഞു വീണത്. ആശുപത്രിയിൽ എത്തിച്ച് പരിശോധന നടത്തി ദേഹാസ്വസ്ഥ്യം പൂർണ്ണമായിട്ടും വിട്ടകന്ന ശേഷം മാത്രമേ ഇനി പാങ്ങോട് എത്തിച്ച് തെളിവെടുക്കാൻ സാധ്യതയുള്ളൂ. ഇന്ന് സൽമാ ബീവി കൊലപ്പെടുത്തിയ കേസിൽ തെളിവെടുക്കാൻ വേണ്ടിയാണ് പാങ്ങോട്ടേക്ക് എത്തിക്കാൻ ശ്രമിച്ചത്. ഇതിനിടയിൽ പാങ്ങോട് സ്റ്റേഷനിൽ വെച്ച് അഫാൻ കുഴഞ്ഞു വീഴുകയായിരുന്നു. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. അഫാനെ താങ്ങിപ്പിടിച്ച് പോലീസ് ജീപ്പിലേക്ക് കയറ്റുന്ന ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് കാണാം. പൂർണ്ണമായി ബോധം മറഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു അല്ലേ റിനു? അരുൺകുമാർ, ഒരു അബോധാവസ്ഥയിലേക്ക് പോയിട്ടില്ല അഫാൻ. പക്ഷേ തോന്നു വീഴുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. നമ്മൾ ലൈവായി കണ്ടുകൊണ്ട് നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് അഫാൻ ഒരു ദേഹാസ്വസ്ഥ്യം ഉണ്ടായത് എന്നുള്ളതാണ്. സെല്ലിൽ നിന്ന് ഉടൻ തന്നെ പോലീസ് സാധാരണഗതിയിൽ പുലർച്ചെ വലിയ ഉദ്യോഗസ്ഥരെന്നും ഉന്നത ഉദ്യോഗസ്ഥർ എസ് അടക്കമുള്ളവർ ഈ പോലീസ് സ്റ്റേഷനിൽ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഉടൻ തന്നെ ഉണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥർ ഇടപെടുകയും എസ് ഉൾപ്പെടെയുള്ളവരെ വിവരം അറിയിക്കുകയും ചെയ്തു. തുടർന്ന് അടിയന്തരമായി തന്നെ ആശുപത്രിയിലേക്ക് മാറ്റുവാൻ
പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു നിർദ്ദേശം. കാരണം ഈ ഒരു ഒന്ന് ആത്മഹത്യ ടെൻഡൻസി ഉള്ള ഒരാളാണ് എന്നുള്ളത് കൃത്യമായി തന്നെ അന്വേഷണ സംഘം വിലയിരുത്തിയിരുന്നു. രണ്ട്, ഈ ഉന്മേഷം കഴിച്ച് ആരോഗ്യ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. 8 ദിവസത്തോളം ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ എന്താണ് സംഭവിച്ചത് എന്ന നിലവിൽ അങ്ങനെ സംശയമുണ്ടോ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. കാരണം ഇയാൾ നേരത്തെ ആത്മഹത്യാ പ്രവണത കാണിച്ചിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. നേരത്തെയും അദ്ദേഹം ഒരു ആത്മഹത്യാ ശ്രമം നടത്തിയിരുന്നു. പക്ഷേ ഇതിനുശേഷം കൊലപാതകത്തിന് ശേഷം കൂസലില്ലാതെയാണ് പലപ്പോഴും മറുപടി നൽകിയിരുന്നത്. പോലീസിനോടടക്കം പോലീസ് ഒരേ കാര്യം ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. കുടുംബത്തിന്റെ സാമ്പത്തിക പ്രാരാബ്ധത കാരണം എല്ലാവരും കൂട്ട ആത്മഹത്യക്ക് തീരുമാനിച്ചു എന്ന മട്ടിലുള്ള ന്യായീകരണമാണ് അഫാൻ നൽകിക്കൊണ്ടിരുന്നതും. ഈ സാഹചര്യത്തിൽ അഫാൻ മറ്റെന്തെങ്കിലും കടുങ്കൈക്ക് ശ്രമിച്ചിരുന്നു എന്ന് നമുക്ക് വ്യക്തമല്ല. പക്ഷേ എന്തായാലും പാങ്ങോട് സ്റ്റേഷനിൽ അഫാനെ എത്തിച്ചപ്പോൾ അഫാൻ കുഴഞ്ഞു വീഴുകയും കുഴഞ്ഞു വീഴുന്ന അഫാനെ ആശുപത്രിയിലേക്ക് മാറ്റുകയുമാണ് ചെയ്തത്. അതിന്റെ എക്സ്ക്ലൂസീവ് ദൃശ്യങ്ങളാണ് റിപ്പോർട്ടർ ടിവിയിലൂടെ പ്രേക്ഷകർ കാണുന്നത്. പാങ്ങോട് സൽമാ ബീവിയെ കൊലപ്പെടുത്തിയ കേസിൽ, അതായത് പിതൃമാതാവിനെ കൊലപ്പെടുത്തിയ കേസിൽ തെളിവെടുപ്പിനായി കൊണ്ടുവരുന്ന സാഹചര്യത്തിലാണ് പാങ്ങോട് സ്റ്റേഷനിൽ വെച്ച് അഫാൻ കുഴഞ്ഞു വീണത്. കുഴഞ്ഞു വീണ അഫാനെ അവിടെ ഉണ്ടായിരുന്ന പോലീസുകാർ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. പ്രേക്ഷകർക്ക് കാണാം, വളരെ ബുദ്ധിമുട്ടാണ്, അയാൾ നടക്കാൻ കഴിയുന്നില്ല. പോലീസുകാരുടെ പൂർണ്ണ സഹായത്തോടു കൂടിയാണ് അഫാനെ ഇപ്പോൾ ജീപ്പിലേക്ക് മാറ്റുന്നതും. ഇനിയിപ്പോൾ ഈ തുടർ ചികിത്സ നൽകിയതിനു ശേഷമായിരിക്കും തെളിവെടുപ്പിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ആലോചിക്കുക. പക്ഷേ ഈ കസ്റ്റഡിയിലായതിനു ശേഷം, ഈ കൃത്യം നിർവഹിച്ചതിന് ശേഷം അഫാൻ അങ്ങനെ ആത്മഹത്യാ ശ്രമമൊന്നും നടത്തിയിരുന്നതുമില്ല, അല്ലേ റിനു? പോലീസ് ഉദ്യോഗസ്ഥരോട്, അന്വേഷണ ഉദ്യോഗസ്ഥരോട് ഇന്നലെയും പറഞ്ഞത് തനിക്ക് ജീവിക്കാൻ ആഗ്രഹമില്ല എന്നതാണ്. കാരണം തന്റെ കടബാധ്യത കാരണം, ജീവിത സാഹചര്യങ്ങൾ കാരണം ഈ ഉമ്മയെ ഉൾപ്പെടെ കൊലപ്പെടുത്താൻ ശ്രമിച്ചു. സ്വന്തം അനുജനെയും കാമുകനെയും കൊലപ്പെടുത്തി. അതുകൊണ്ട് തനിക്ക് ജീവിക്കാൻ ആഗ്രഹമില്ല എന്നുള്ളതാണ് ശരി. അതുകൊണ്ട് തന്നെ അത്തരമൊരു പ്രവണത ഉണ്ട് എന്നുള്ളത് നിലവിൽ വിലയിരുത്തുകയും ചെയ്തിരുന്നു അന്വേഷണ ഉദ്യോഗസ്ഥർ. എന്തായാലും ഇപ്പോൾ കറക്റ്റ് ആശുപത്രിയിലേക്ക്, സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിലേക്ക് എത്തിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. പോലീസ് ഉദ്യോഗസ്ഥർ അടക്കം ഇപ്പോൾ ആശുപത്രിയിലേക്ക് എത്തുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് ലൈവായി നൽകാൻ കഴിയുന്നത്. എന്തായാലും അത്തരത്തിലൊരു നിഗമനത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ നിലവിൽ വലിയ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല.